എന്തായി കാര്യങ്ങളെന്ന് നിങ്ങൾ കാണുന്നില്ലേ? മനഃപൂർവ്വം കാണണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്താണ് ചെയ്യാൻ പറ്റുക? കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കൃത്യസമയത്ത് കൃത്യം പോലെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അഹങ്കാരം പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്നത് എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, അതിലെനിക്ക് പുറമേ നിന്ന് ബാക്കപ്പുകളൊക്കെ കിട്ടുന്നുണ്ട് ഈ കാര്യം ചെയ്യാനായിട്ടല്ലെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ ഒരുപാട് അറിഞ്ഞോ അറിയാതെയുള്ള സഹായ സഹകരണങ്ങളൊക്കെ പുറത്തുനിന്ന് ഉണ്ട്. അതിപ്പോൾ എടുത്തു പറയത്തക്ക നിലവാരത്തിലുള്ളവയൊന്നും ആയിരിക്കണമെന്നില്ല എങ്കിലും, അപ്പോൾ അതുകൊണ്ടാണ് അഹങ്കരിക്കാത്ത. ബാക്കി എല്ലാം ഉണ്ട്. അതിന് ഏതൊരു കാര്യവും അതിനൊരു പ്രൊമോഷൻ കിട്ടത്തക്ക രീതിയിലാണ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അത് മനഃപൂർവ്വം കാണണ്ട എന്ന് ധരിക്കുന്നവരുണ്ടാവും, അതിനെപ്പറ്റി അറിവില്ലാത്തവരുണ്ടാവും, പിന്നെ അതിനോട് താല്പര്യമൊന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവാം. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. എനിക്കേതായാലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം മറ്റൊന്നും അപ്പം ആ സ്ഥിതിക്ക് എന്നെ മറ്റൊന്നും ബോധർ ചെയ്യുന്ന കാര്യമേ അല്ല. ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് എൻ്റെ മാത്രം ആവശ്യത്തിനുള്ള കാര്യങ്ങളല്ല, അതെല്ലാവർക്കും വേണ്ടി കൂടിയുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് യാതൊരുവിധ ബോധറേഷനും അതിനെപ്പറ്റി ഇല്ല. കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. ഞാൻ കഥ എഴുതുന്നുണ്ട്, ഷോർട്ട് ഫിലിംസൊക്കെ സംവിധാനം ചെയ്ത് അഭിനയിച്ച് അത് റിലീസ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. കഥകൾ, ചെറുകഥകളും വലിയ കഥകളും ഒക്കെ ഒരുപാട്. വലിയ കഥകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നോവൽ, തുടർക്കഥ, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളുണ്ട്. ഒരുപാട് കാര്യങ്ങളിങ്ങനെ എന്താ പറയണേ, ഇതൊരു വലിയ സബ്ജക്റ്റ് ആയതുകൊണ്ട് മാക്സിമം ചുരുക്കി പറയുന്നേ ഉള്ളൂ. ഞാൻ ചോദ്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ 31 വയസ്സായി. ഈ വരുന്ന 2026 ഏപ്രിൽ 1 31 വയസ്സാവും. അപ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ്. എനിക്കങ്ങനെ ദുഃഖിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഒരു സാമൂഹിക അവസ്ഥ, പുതിയൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിനോട് അത്ര പെട്ടെന്ന് യോജിക്കുന്നവയല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ തരണം ചെയ്ത് അത് നമ്മുടെ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, അത് എല്ലാവർക്കും കൂടി പ്രയോജനകരമാണെന്നുള്ളത് ബോധ്യപ്പെടുന്ന നിമിഷം വരെ അതിനുവേണ്ടി നിലകൊള്ളുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കൊരു ഇപ്പം 31 വയസ്സാകാൻ പോകാമെന്ന് പറയുന്നു. ഒരു 35-ാമത്തെ വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ സിനിമ ചെയ്യണം. അവിടെ നിന്ന് അങ്ങോട്ട് 40 വയസ്സ് വരെ, 35 തൊട്ട് 40 വയസ്സ് വരെയുള്ള 5 വർഷ കാലയളവിൽ ഓരോ വർഷവും ഓരോ സിനിമ എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അതിൽ തന്നെ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെ 3 മാസങ്ങളായിട്ട് തിരിച്ചിട്ട് പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, റിലീസ്, ഇങ്ങനെ 3-12 ഇങ്ങനെ ഇതിനെ 4ആയിട്ടിങ്ങനെ തിരിച്ചിട്ട് ഈ 3 മാസത്തിലും വേണ്ട കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ള രീതിയിലാണത് വെച്ചിരിക്കുന്നത്.
അപ്പോൾ അതൊരു നിസ്സാരമായ കാര്യമല്ല. അത് ഏത് വലിയ കൊടികുത്തിയ സിനിമാക്കാരൻ പറഞ്ഞാലും അത് നിസ്സാരമായ കാര്യമൊന്നുമല്ല. ഏത് സിനിമാക്കാരനാണേലും ഞാൻ ഈ പറഞ്ഞ കാര്യം ഇതുപോലെ ചെയ്തെടുക്കാൻ തലയ്ക്ക് വിവരമുള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, സിനിമാക്കാരനാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇത് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് സിനിമ ചെയ്ത് പരിചയം ഉണ്ടായിട്ടോ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ളോ കൊണ്ടൊന്നും ഞാൻ ഈ പറഞ്ഞ കാര്യം നടക്കത്തൊന്നുമില്ല. ഇത് ഇവിടുത്തെ സാമൂഹിക അവസ്ഥയെപ്പറ്റി ബോധം ഉണ്ടായിരിക്കണം, എങ്ങനെ ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നതിനെപ്പറ്റി അറിവുണ്ടായിരിക്കണം. ഇതൊക്കെ ഒരു സിനിമാ സെറ്റിൽ പ്രവൃത്തി പരിചയമുള്ള ഒരാളെക്കാളും മേളിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നത്. അതിന് താഴത്തുള്ള കാര്യങ്ങൾ അറിയാവുന്നവരായിരിക്കും ഒരു 90% ആളുകൾ. അതിന് മേളിലോട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജനങ്ങളെക്കുറിച്ച് അറിയണം. ഓൾമോസ്റ്റ് എന്താ പറയണം, ഒരു സിനിമാക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും ഒരു അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താ പറയണേ, നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ചിന്താഗതികളുണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭാവനയാണ്. അപ്പോൾ ഭാവനയ്ക്ക് പ്രസൻറ്റ് കണ്ടീഷനിലുള്ള കാര്യങ്ങൾ മാത്രം പോരാ. നമ്മൾ മുന്നോട്ട് പ്രസൻറ്റ് കണ്ടീഷനിൽ ഇപ്പം ഇന്ന് ജീവിക്കുന്ന എനിക്ക്, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന എനിക്ക് എനിക്കിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന കാര്യമാണല്ലോ. അപ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാൻ അത് പോരാ. അപ്പോൾ ഇന്ന് എനിക്കിഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു വളരെ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള എനിക്കിഷ്ടപ്പെടുന്ന ഒരു വെർഷൻ ആയിരിക്കണം. അതാണ് എൻ്റെ ഭാവന. അപ്പോൾ അതായിരിക്കണം എനിക്ക് സിനിമയെ കാണേണ്ടത്. അപ്പോൾ എന്നാലേ ഉള്ളൂ എനിക്കത് എല്ലാ തരത്തിലും എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെൻ്റെ മാത്രം കാര്യമില്ല, എല്ലാവരുടെയും പൊതുവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്ത് ഇത് ഈ എന്താ പറയണ, ഈ